അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടെക് വ്ലോഗ് സഫാരി. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് അൺബോക്സിംഗ് വീഡിയോ ആണ് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. നമ്മളൊരു റിംഗ് ലൈറ്റ് എടുത്തു, അപ്പോൾ അത് നിങ്ങളെ കൂടി കാണിക്കട്ടെ. അതിനുവേണ്ടി നമ്മൾ ചെറിയൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് സമയങ്ങളെ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഇറ്റ്സ് മീ ഡിനിറ്റ് പി നോബിൾ ഫ്രം ടെക് വ്ലോഗ് സഫാരി. നേരെ നിങ്ങൾ ഇൻട്രോ പോയി കണ്ടിട്ടോ കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ ഈ സംഭവമൊക്കെ എങ്ങനെയാണെന്ന് നോക്കട്ടെ. എന്നിട്ട് നമുക്കതൊന്ന് ചട്ടുപടു എന്ന് പറഞ്ഞ് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇൻട്രോ കണ്ടിട്ട് വന്നില്ലേ, നമ്മുടെ അൺബോക്സിലേക്ക് കിടക്കണമെന്ന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം എന്താണെന്നറിയോ, നമ്മുടെ വീഡിയോയ്ക്ക് അത്യാവശ്യം ഒരുമാതിരി ക്വാളിറ്റി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഉള്ള പരിമിതമായ സിറ്റുവേഷനിൽ നിന്ന് ഏറ്റവും ഗുഡ് ക്വാളിറ്റിയിലാണ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എൻ്റെ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പുതിയൊരു റിംഗ് ലൈറ്റ് കൂടി ഓർഡർ ചെയ്തത്. കാരണം പല സമയത്തും എന്താ പറയുക, ഓരോ ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്ത് അങ്ങനെ പല സാച്ചുറേഷൻ ലെവൽ അങ്ങനത്തെ ഓരോ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തായാലും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നല്ലൊരു ക്വാളിറ്റിയിലായിട്ട് നമുക്ക് വീഡിയോസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കേണ്ടതെന്ന് വിചാരിച്ചാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ റിംഗ് ലൈറ്റ് ഓർഡർ ചെയ്തിരിക്കുന്നത്. നമ്മളിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ്, പ്രൈസ്, റിവ്യൂ അതൊക്കെ നമ്മൾ കുഞ്ഞൊരു വീഡിയോ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ നമ്മുടെ ട്രൈപോഡ് വെച്ചാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്ന റിംഗ് ലൈറ്റിൽ ട്രൈപോഡ് കൂടിയുള്ള ഒരു റിംഗ് ലൈറ്റാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളിപ്പോൾ കാണാനായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മുടെ റിംഗ് ലൈറ്റ് നമ്മൾ ബെഡിൽ വെച്ചാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ എന്താ പറയുക, വേറെ അധികം കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് നേരെ നമ്മുടെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഇങ്ങനെയാണ് അതിൻ്റെ ട്രൈപോഡൊക്കെ ഒരുമിച്ച് വന്നേക്കുന്നതുകൊണ്ട് ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു എന്താ പറയുക ബോക്സ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് എവിടെ നിന്നും നമ്മൾ അൺബോക്സ് തുടങ്ങും എന്നുള്ള ഒരു ചെറിയ ഡൗട്ടുണ്ട്. നമുക്ക് നോക്കാം. പിന്നെ എന്നെ ഉണ്ട് എല്ലാവർക്കും വിശേഷം. നമുക്ക് ഒരു 2 ആഴ്ചയായിട്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ കുറച്ച് ബിസി ആയിരുന്നു. നമ്മുടെ അങ്കിളിൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ബിസി ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് വീഡിയോസ് ഒന്നും ഇടാനായിട്ട് സാധിക്കാതിരുന്നത്. ഇനി തൊട്ട് നമ്മൾ പൊരിക്കും വീഡിയോസൊക്കെ ഇട്ട്. ഇത് തന്നെയാണ് എല്ലാ കാര്യവും എല്ലാ ദിവസവും വെച്ചാൽ എല്ലാ പ്രാവശ്യം പറയാറ്, നിങ്ങൾക്കറിയാമായിരിക്കും. എങ്കിലും നമ്മൾ ഇനി അടിപൊളിയായിട്ട് പൊരിക്കും. അപ്പം നമുക്ക് സംഭവം എടുക്കാം. ആദ്യം നമ്മുടെ ട്രൈപോഡ് എടുക്കാമല്ലോ. എൻ്റെ അമ്മോ, നല്ലൊരു മെറ്റൽ ട്രൈപോഡ് ആട്ടോ. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. കാരണം നമ്മളിങ്ങനെ ഓരോന്നോരോന്നും അപ്ഗ്രേഡ് ചെയ്താണ് വേണ്ടത്. ആദ്യം നമ്മുടെ ട്രൈപോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിട്ടുണ്ടാക്കിയതായിരുന്നു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആയി വേറൊരു ട്രൈപോഡ് എടുത്തു. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ട്രൈപോഡ് എടുത്തു. അങ്ങനെ ഓരോന്നോരും നമ്മളിങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് വരുവാണ്. ഇത് കുറച്ചും കൂടെ എന്താ പറയുക സ്ട്രെങ്ത്തും അല്ലെങ്കിൽ ഹൈറ്റും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രൈപോഡാണ്. നമുക്ക് ട്രൈപോഡിനെ സംബന്ധിച്ച് വേറെ അധികം കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ എന്തോരം ഹൈറ്റിൽ കിട്ടും എന്ന് നിങ്ങളെ കാണിച്ചു തരാം. എന്തായാലും അത് മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളത് കൂടി ഒന്ന് അൺബോക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ റിംഗ് ലൈറ്റ് പുറത്തേക്ക് വരുന്നുണ്ട്. ഇതിനകത്ത് വേറെ എന്തെങ്കിലും ഉണ്ട്? വേറെ ഒന്നുമില്ല. അപ്പോൾ ആ പെട്ടി നമുക്ക് പുറത്തേക്ക് വെക്കാം. ഇതാണപ്പോൾ നമ്മുടെ റിംഗ് ലൈറ്റിൻ്റെ ബോക്സ് വന്നിട്ട്. ഞാൻ 18 ഇഞ്ചിലാണ് ഓർഡർ കൊടുത്തത്. ഇതിപ്പോൾ നോക്കണോട്ട് ഇതിനകത്ത് എത്ര ഇഞ്ചാന്നൊക്കെ ഉള്ള പരിപാടിയൊക്കെ ആയിട്ട്. കൂടുതൽ വേറെ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഫിൽ ലൈറ്റ്, LED, ഫിൽ ലൈറ്റ്, ബ്യൂട്ടി ഫേസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഇങ്ങനെ വലിയ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ നമ്മുടെ റിംഗ് ലൈറ്റ് ആണുള്ളത്. ഇതാണ് നമ്മുടെ റിംഗ് ലൈറ്റ്. അതിൻ്റെ കുറച്ച് വയറും പിന്നെ എന്താ പറയുക അതിൻ്റെ ഓരോ മോഡും പിന്നെ നമ്മുടെ ഫോൺ വെക്കാനുള്ള ഒരു എന്താ പറയുക ഒരു മൗണ്ടും നമ്മുടെ ഫോൺ അതിലേക്ക് ഫിറ്റ് ചെയ്യാനുള്ള വേറൊരു സംഭവം. ഇത്രയൊക്കെയാണ് നമ്മുടെ ഇതിനകത്തുള്ളത്. പിന്നെ ഇങ്ങനെ നമുക്ക് അങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവം ഉണ്ട് ഇതിൻ്റെ കൂടെ. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ റിംഗ് ലൈറ്റിനൊപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്കിനിയിപ്പം എന്തായാലും ഇത് ഫിറ്റ് ചെയ്ത് നോക്കാം കേട്ടോ.
അങ്ങനെ നമ്മുടെ റിംഗ് ലൈറ്റിൻ്റെ റിങ് ഈ നമ്മുടെ ട്രൈപോഡിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് അത്യാവശ്യം നല്ലൊരു ട്രൈപോഡാണെന്ന് തോന്നുന്നുണ്ട്. കാരണം കുറച്ചും കൂടെ സ്ട്രെങ്ത് കൂടുതൽ നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ട്രൈപോഡിൽ. എന്നിട്ട് നമ്മുടെ അതിനകത്ത് ആ വയറിന് ഇച്ചിരി ഒരു ലെങ്ത്ത് കുറവാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഒരു പവർ ബാങ്കിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിനിയിപ്പം അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കാം. ഇതിൽ കുറച്ച് എന്താ പറയുക ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 2-3 നോബുകൾ ഉണ്ട്. ഇത് ഏകദേശം ഒരു എൻ്റെക്കാളും പൊക്കുന്നില്ല. എന്ന് വെച്ചാൽ ഒരു 6 അടി സംഭവത്തിന് മേളിലേക്കൊരു അത്ര ഹൈറ്റ് ഉണ്ട് ഈ ഒരു നമ്മുടെ ഈ ട്രൈപോഡിന്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും, ഇതാണ് നമ്മുടെ ഫോൺ അതിനകത്തേക്ക് വെക്കുന്ന ആ ഒരു എന്താ പറയുക മൗണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ ലൈറ്റ് ഓൺ ആക്കുമല്ലേ. ലൈറ്റ് ഓൺ ആക്കുന്നതിനകത്ത് നിങ്ങൾ കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു റിമോട്ട് പോലത്തെ സംഭവം. ഇതിനകത്തൊരു 4 സ്വിച്ച് ഉണ്ട്. ഒന്ന് പവർ ഓണ്, പിന്നെ അതിൻ്റെ ബ്രൈറ്റ്നെസ് കൂട്ടാനും കുറയ്ക്കാനും പിന്നെ ആ ചേഞ്ച് ചെയ്യാനായിട്ട്. ഇത് ഒരു 3 കളേഴ്സ് വരുന്ന ഒരു റിംഗ് ലൈറ്റാണ്. ഒന്ന് വൈറ്റ് വാം, പിന്നെ ഒരു വാം കളറ്, പിന്നെ ഒരു എന്താ പറയുക ബ്ലൂയിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടി വൈറ്റ് കളർ എന്ന് പറയാം. അത് നമുക്ക് ഏതൊക്കെയാ നോക്കുമല്ലേ, ഒന്ന് ഓണാക്കി നോക്കാതെ. ഇപ്പോൾ നമ്മൾ ഓണാക്കി നോക്കുവാണ്. ഇപ്പോൾ നമ്മുടെ ക്യാമറയിലേക്ക് ലൈറ്റ് അടിക്കും കുറച്ച് വിഷ്വൽസ് ബ്ലേർഡ് ആയിട്ടായിരിക്കും കാണുന്നത്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ലൈറ്റ്. നമുക്കിനി ചേഞ്ച് ചെയ്യാം. ഇതൊരു വാം കളറാണ്. ഇത് പ്യുവർ വൈറ്റ് അല്ലെങ്കിൽ ഒരു ബ്ലൂയിഷ് ഷെയ്ഡോട് കൂടി ഒരു വൈറ്റ് എന്ന് നമുക്ക് പറയാം. ഇത് വാം കളറോട് കൂടി ഒരു വൈറ്റ്. അങ്ങനെ 3 കളേഴ്സാണ് ഉള്ളത്. ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഞാനിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചതിനകത്ത് ഒരു 10 ടൈംസ് വരെയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പം ഏറ്റവും ലോ ആണ് കിടക്കുന്നത്. നമുക്ക് കുറച്ചും കൂടെ ബ്രൈറ്റ് ആക്കി വരാം. 1 2 3 4 5 6 7 8 9 10 ഇങ്ങനെ 10 മടങ്ങ് അല്ലെങ്കിൽ ഒരു അത്രയും ബ്രൈറ്റ്നെസ്സോടുകൂടി നമുക്ക് ഇതിനകത്ത് കൂട്ടാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ ഇതിൻ്റെ ആഫ്റ്റർ ഓൾ റിസൾട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എന്ന് വെച്ചാൽ നമ്മളപ്പം ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ റിസൾട്ടായിരിക്കും. ഇതിൽ വെച്ചായിരിക്കും നമ്മളിനി ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കുമല്ലേ അത്. ഇപ്പോൾ നമ്മുടെ റൂമിലെ ലൈറ്റ് ഫുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു റിംഗ് ലൈറ്റിൻ്റെ റിസൾട്ട് നമുക്ക് നോക്കാം. ഈ റിംഗ് ലൈറ്റ് ഓൺ ആയിട്ട് ഞാനിപ്പോൾ ആദ്യം ഏറ്റവും ലോയിലിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ലോ ആയിട്ടുള്ള ആ ഒരു ബ്രൈറ്റ്നെസ്. ഇപ്പോൾ കിടക്കുന്നത് വൈറ്റ് വാം കളറാണെന്ന് തോന്നുന്നു കേട്ടോ. കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. ഓക്കെ, നമുക്ക് ഇനിയിപ്പോൾ അതൊന്ന് ബ്രൈറ്റ്നെസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടി വിടാം. ഇതിപ്പോൾ ഫുള്ള് മാക്സിമത്തിലാണ് കിടക്കുന്നത്. കുഴപ്പമില്ല അല്ലേ, അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടുന്നുണ്ട്. ഇനി നമുക്കൊന്ന് കളറിൻ്റെ ആ ഒരു ടോൺ മാറ്റി നോക്കാം. ഇതിപ്പോൾ ഒരു വാം കളർ ടോണാണ്, ഫുള്ള് വാം ആയിട്ട് അടിപൊളിയായിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കൊരു വൈറ്റ് കളറാണ്. ഏണ്ട് നമ്മുടെ ഇപ്പോൾ ഇനി തൊട്ട് നമ്മുടെ വീഡിയോയിൽ നമ്മുടെ വൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ ലൈറ്റിൻ്റെ ക്വാളിറ്റി നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് അടിപൊളിയായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇത്ര നേരം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ റിംഗ് ലൈറ്റിൻ്റെ പ്രൈസ് അറിയാനാണ് നിങ്ങൾ ആദ്യം തൊട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് എനിക്കറിയാം. അപ്പോൾ ഈ നമ്മുടെ ടോട്ടൽ റിംഗ് ലൈറ്റും നമ്മുടെ ഈ ഒരു ട്രൈപോഡും കൂടെ കൂട്ടിയിട്ട് നമുക്ക് കിട്ടുന്നത് 899 രൂപ, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക 900 രൂപയ്ക്കാണ് നമ്മുടെ ഈ ഒരു ട്രൈപോഡും അതേപോലെ നമ്മുടെ ഈ റിംഗ് ലൈറ്റും കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റിംഗ് ലൈറ്റ് തന്നെയായിട്ട് നമുക്ക് നമ്മുടെ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇഷ്ടമുള്ള പോലെ നമുക്ക് എത്ര ഇഞ്ചിൻ്റെ വേണം എന്നൊക്കെ നമുക്ക് അനുസരിച്ച് മേടിക്കാവുന്നതാണ്. പക്ഷെ ഞാനിപ്പോൾ ഓർഡർ കൊടുത്തൊരു അതിനകത്ത് കിടന്നത് 18 ഇഞ്ച് എന്നാണ്. പക്ഷെ കിട്ടിയപ്പോൾ സംഭവത്തിന് 10 ഇഞ്ചേ ഉള്ളൂ. പക്ഷേ കുഴപ്പമില്ല, അത്യാവശ്യം വേർത്താണ് നമ്മുടെ ആ പൈസ കൊടുക്കുന്നത്. അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ലൈറ്റും ബാക്കിയുള്ളത് കിട്ടുന്നുണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിംഗ് ലൈറ്റ് മേടിക്കാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഇപ്പോൾ തന്നെ പല വിലക്കും ഇങ്ങനെ മാറി മാറി കിടക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു റിംഗ് ലൈറ്റ് ആദ്യം ഓർഡർ കൊടുത്തപ്പോൾ എന്താ പറയുക 1000 രൂപയായിരുന്നു, 1000 അല്ല 999 രൂപയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കുറച്ചും കൂടി നോക്കി കഴിഞ്ഞാൽ വീണ്ടും ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നു അതിൻ്റെ വില വീണ്ടും കുറച്ച് അങ്ങനെ 899 രൂപ കിട്ടി. അങ്ങനെ നോക്കി നോക്കി വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൈസയിൽ വേരി ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ മേടിക്കുമ്പോൾ വേറെ കാര്യം നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഈ റിംഗ് ലൈറ്റ് ഇഞ്ചസ് നോക്കണുണ്ടോ, പക്ഷേ അങ്ങനെ നോക്കിയാലും വലിയതില്ല ഞാൻ പറയണേ. കാരണം ഇപ്പോൾ ഞാനിപ്പോൾ കൊടുത്തത് 18 ഇഞ്ചാണ് എങ്കിൽ പോലും നമുക്ക് കിട്ടിയപ്പോൾ ഒരു 10 ഇഞ്ചാട്ടോ. അപ്പോൾ അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റിംഗ് ലൈറ്റ് മേടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ കയറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മേടിക്കാനുള്ള ആ ഒരു സൈറ്റിലേക്ക് ചെന്ന് ചേരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി തൊട്ട് നമുക്ക് ടെററായി പൊളിക്കാം. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ഇറ്റ്സ് മീ ഡിനിത് പിനോബിൾ സൈനിങ് ഓഫ് ഫ്രം ടെക് ആൻഡ് ബ്ലോഗ് സഫാരി. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.